ഞാൻ കാണിച്ചോട്ടെ, നിയമം എണ്ണി തുടങ്ങുമ്പോൾ നിയമത്തിന്റെ പഞ്ചായത്തുകൾ, നഗരസഭ, അതിന്റെ ഒരു കണക്ക് പറയാമോ? അതെങ്ങനെയായിരിക്കും, അതിന്റെ ഒരു മൂഡ് എന്തായിരിക്കും എന്ന് പ്രവചിക്കാമോ? ആദ്യത്തെ 12 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ അത് BJP തന്നെയായിരിക്കും ലീഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ 12,000-ൽ പരം വോട്ടിന്റെ ലീഡ് ആദ്യത്തെ 12 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ BJPക്ക് ഉണ്ടാകും. പിന്നീടുള്ള സീറ്റുകൾ എണ്ണി കഴിയുമ്പോൾ അത് ഇടതുമുന്നണിക്ക് അനുകൂലമായി വരും. പിന്നീട് 17ാമത്തെ റൗണ്ട് വരുമ്പോൾ അവിടെ നിയമത്തിൽ വീണ്ടും LDF-ന് ലീഡ് ഉണ്ടാവുകയും ഒരു 18ാമത്തെ റൗണ്ട്, അവസാന റൗണ്ടോട് കൂടി എത്തിച്ചേരുമ്പോൾ അവിടെ ഒരു കണക്കുകൾ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഒരു 6,690 വോട്ടിന് അവിടെ ഇടതുമുന്നണി ജയിക്കുമെന്ന് കണക്കാക്കും. എന്തായാലും ആദ്യത്തെ ഒരു 12 റൗണ്ട് അത് NDAക്ക് അനുകൂലമായിരിക്കും, BJPക്ക് അനുകൂലമായിരിക്കും, രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിരിക്കും എന്ന കാര്യം. പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ 380 വോട്ടുകൾക്ക് ലീഡെടുക്കുന്നുവെന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. അതേസമയം മലപ്പുറം ജില്ലയിലെ തവനൂരിലും പൊന്നാനിയിലും LDF ലീഡ് ചെയ്യുന്നു, നിലനിർത്തുന്നു എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പോസ്റ്റൽ ബാലറ്റിൽ നമുക്ക് ഇപ്പോ കാണാൻ കഴിയുന്ന കാഴ്ച 71 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു, 64 LDF. അതിൽ തന്നെ പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് മലപ്പുറത്തെ 2 സീറ്റുകളിൽ പൊന്നാനിയിലും തവനൂരിലും LDF നിലനിൽക്കുന്നു എന്നാണ്. അതേസമയം ഫാത്തിമ തഹലിയ 380 സീറ്റ് നമ്പറിന് വോട്ടുകൾക്ക് പേരാമ്പ്രയിൽ ലീഡ് ചെയ്യുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് തുടർച്ച ഉറപ്പാക്കാൻ അവർക്ക് കഴിയുമോ എന്നറിയില്ല. എലത്തൂരിൽ LDF തന്നെ സ്വാഭാവികതോണം കോഴിക്കോട് ജില്ലയിൽ ലീഡ് ചെയ്യുകയാണ്. കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും നമുക്ക് റിപ്പോർട്ടർമാരെ ആവശ്യമുണ്ട്. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ കാസർഗോഡ് റിപ്പോർട്ടറെ അടിയന്തരമായി വേണം. എന്താണ് മഞ്ചേശ്വരത്ത് തൃത്താലയിൽ VT ബൽറാം 268 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രി MB രാജേഷിനെതിരെ എന്നാണ്